ഹലോ, അസ്സലാമു അലൈക്കും. യാജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൽ നിന്നും കുറച്ച് പച്ചക്കറികളെല്ലാം പറിച്ച് നമുക്കത് ഉപയോഗിച്ച് ഇന്നത്തെ ഉച്ചയൂണിനുള്ള നല്ല നാടൻ കറികൾ ഉണ്ടാക്കാം. അപ്പോൾ എന്തെല്ലാമാണ് പറിക്കുന്നതെന്ന് നോക്കാം. ഒരു 3 തക്കാളി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വഴുതന, നീളത്തിലുള്ള പച്ച വഴുതനങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു കറിക്കുള്ള വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടി പറിക്കുന്നുണ്ട്. പിന്നെ ഒരു മാങ്ങ കൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങയില, പിന്നെ നമുക്കൊരു പച്ച പപ്പായയും കൂടി കുത്തിയിടാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-2 തൈ ഒരു വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു നേരത്തേക്കുള്ള കറിക്കുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് എല്ലാ വീടുകളിൽ നിന്നും കിട്ടും. പിന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം, പരിപ്പ് മുരിങ്ങയിലിട്ടുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് വേവിക്കാൻ വെക്കുക. അത് വെന്ത ശേഷം അതിലേക്ക് മുരിങ്ങയിലയിട്ട് നല്ലപോലെ ഇളക്കി വേകാൻ വെക്കാം. ഇനി അതിലേക്ക് മുളക് പൊടിയും ഉപ്പുപൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി പരിപ്പിലിട്ടത് കാരണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഇല വേകുന്നത് വരെ നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി അത് ഇല വെന്ത് കഴിയുമ്പോൾ തേങ്ങയും ചെറിയ ജീരകവും ചേർത്ത് നല്ലപോലെ അരച്ച് ചേർത്ത് അത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ മുരിങ്ങക്കറി റെഡിയായി. ഇനി അടുത്ത് നമുക്ക് വഴുതനങ്ങ വറുക്കാം. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ ശേഷം നടുവായി മുറിക്കുക. പിന്നെ വീണ്ടും നീളത്തിൽ അരിയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വഴുതനങ്ങ വറുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വഴുതനങ്ങയും അതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിന്ന് ഈ വെള്ളത്തിൽ നിന്ന് വാരിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റാൻ വെക്കാം. അപ്പം ഇത് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മീൻ വറുക്കുന്ന രൂപത്തിൽ ഈ വഴുതനങ്ങ വറുത്തെടുക്കാം. ഇനി തിരിച്ചിട്ടും കുറച്ച് നേരം വെക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പപ്പായ ഉപ്പേരിയാണ്. അപ്പോൾ ഒരു പപ്പായ മുറിച്ച് നല്ല വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ വലിച്ച കാന്താരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി അത് വെന്ത് കഴിയുമ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് നമുക്ക് താളിക്കാം. ചെറിയുള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പേരിയിലേക്ക് കൊട്ടി ഇളക്കിയാൽ നമ്മുടെ പപ്പായ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങയും തേങ്ങയും ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങയുടെ തോലെല്ലാം ചെത്തി വൃത്തിയാക്കിയ ശേഷം അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇനി തേങ്ങയും ഉപ്പും വേണം. പിന്നെ ഒരു 4 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് നമുക്ക് തീയിൽ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ആദ്യം മാങ്ങയും ചുട്ടുവെച്ച വറ്റൽമുളകും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉപ്പും തേങ്ങയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഊണിലേക്കുള്ള കറികളെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്